ഫ്രണ്ട്സ് ഇപ്പം നമ്മളുള്ളത് മറയൂർ ശർക്കര ഫാക്ടറിയിലാണ്. നമ്മളതിൻ്റെ ഫ്രണ്ടിലാണ്. നോക്കാം, അകത്ത് കയറി നോക്കാം. വീഡിയോ എടുക്കുമെന്ന് അറിയത്തില്ല, സംഭവിക്കുമെന്ന് അറിയില്ല. വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എൻ്റെ വീഡിയോ എടുക്കണമെന്ന് എഴുതുന്നു. ഇതാട്ടോ മറയൂർ ശർക്കര ഫാക്ടറി. നമുക്ക് അകത്തോട്ട് കയറാവേ. ശർക്കര എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അവർ കാണിച്ചു തരുവേ. നമ്മൾ ഇതിലായിട്ട് കൊടുക്കും അല്ലേ? ഇതിലായിട്ട് കൊടുത്തിട്ട് ഇതിന്റെ ജ്യൂസ് ഇതിലേ വരും അല്ലേ? ഇത് ഇതിലേ വന്നിട്ട് 4 ഫിൽറ്റർ ഉണ്ട് അല്ലേ? നമുക്ക് അവിടുത്തെ ടാങ്കിലോട്ട് അവിടെ നമ്മളെ ഫിൽറ്റർ ചെയ്താണ് സ്റ്റോറാണ്. എന്നിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള ജ്യൂസ് ശർക്കര ഉണ്ടാക്കുന്ന അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് 1 മണിക്കൂറിന് കൂടുതൽ ജ്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. കുടിച്ചു നമ്മൾ ആവശ്യമനുസരിച്ച് മാത്രമേ നമ്മളൊരു ജ്യൂസ് അടിക്കാറുള്ളൂ. പിന്നെ ഇത് നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് ഇതുപോലെ കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടാണ് ഇത് വരുന്നത്. രണ്ടാമത് നമ്മൾ അതിൻ്റെ അകത്ത് ഇടേണ്ട ആവശ്യമില്ല. ഇതിൽ കരിപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇട്ട കരിമ്പ് തന്നെ 3 പ്രാവശ്യം നമ്മൾ പിന്നെ ഇട്ടാൽ മാത്രമേ നമുക്ക് ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. പക്ഷെ ആ മെഷീനാകുമ്പോഴത്തേക്കും നമുക്ക് ഈ 1 കെട്ട് കരിമാണെങ്കിൽ ഒറ്റയടിക്ക് ജ്യൂസ് എടുക്കണം. നമ്മളിപ്പോൾ ഉപയോഗിച്ചെടുക്കുന്ന അടുപ്പിന്റെ മോഡലാണ് ഈ കാണുന്ന അടുപ്പ്. ഇതിന്റെ മുകളിലോട്ടാണ് നമുക്ക് പാത്രം വരുന്നത്. പിന്നെ നടുക്കൊരു ഹോളുണ്ട്, അതിന്റെ എയർ പുറത്തോട്ട് പോകാനുള്ളതാണ്. പിന്നെ അടുപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രം ചൂടാവത്തില്ല, പാത്രത്തിന്റെ അടിവശം മാത്രം ചൂടാവും. അതാണ് ഈ അടുപ്പിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് താഴെ ഇറങ്ങാൻ ഇതാട്ടോ ശർക്കര നിർമ്മാണ യൂണിറ്റ്. ഇതാണ്, ഇവിടെയാണ് ഇതതിൻ്റെ അടുപ്പ്. ഇതാണ് ദെൻ ഈ പോണതാണ്. ഇവിടെയാണ് ഡ്രൈ ആക്കുന്നത് കേട്ടോ. ഇവിടെയാണ് എൻ്റെ ഈ ഫിഷിലൊക്കെ ഡ്രൈ ആക്കുന്ന ഒരു യൂണിറ്റാണിത്. തീയും പുകയും നമ്മൾ അവിടെ ആയിട്ട് ഒരു ബ്ലോവർ കണക്ട് ചെയ്ത് ഈ ഡ്രയറിലോട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് പാനിന്റെ സൈഡ് വശം ചൂടാവാത്തത്. ഹീറ്റ് കൺട്രോൾ ഉണ്ടാവും. ജ്യൂസ് പമ്പ് ചെയ്ത് ഈ ഒരു ഫിൽറ്റർ ടാങ്കിലാണ് സ്റ്റോർ ആക്കുന്നത്. ഇവിടുന്ന് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ആ റെഡ് ബാർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പാനിൽ വരും. ആ പാനിൽ 1.5 മണിക്കൂർ സെൽഷ്യസിൽ വെള്ളം തിളപ്പിക്കുന്ന പോലെ തിളപ്പിക്കും. ആ ടൈമിലായിട്ട് അതിന്റെ ടോപ്പിലായിട്ട് വരുന്ന ബബിൾസ് പോലെ ഡാർക്ക് കളറിൽ വരുന്നതിന്റെ വേസ്റ്റ് ആണ്. ആ വേസ്റ്റ് ഒക്കെ നമ്മൾ മാനുവലി അരിച്ചു മാറ്റി കളയും. അരിച്ചു മാറ്റുന്നത് ആ തവണ അതാണ്, അത് വെച്ചിട്ടാണ് അരിച്ചു മാറ്റുന്നത്. ഈ അരിച്ചു മാറ്റുന്ന വേസ്റ്റ് നമ്മൾ കരിമീനിന്റെ വളമായിട്ട് കൊടുക്കുവാണ്. ഇവിടെ 1.5 മണിക്കൂർ കഴിയുമ്പോൾ രണ്ടിന്റെയും നടുക്കായിട്ട് വാൾവ് കൊണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ജ്യൂസ് ഫുള്ള് ഇതിലോട്ട് വരും. ഇവിടെ 2 മണിക്കൂർ ഹൈ ബോയിലിംഗ് ആണ്. ഒരു 1/2 മണിക്കൂർ വേസ്റ്റ് വരുന്നത്. ഈ കാണുന്നത് അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. ഇവിടെ നമുക്ക് 250 ഡിഗ്രി സെൽഷ്യസിൽ 2 മണിക്കൂർ തിളയ്ക്കുമ്പോൾ 600 ലിറ്റർ 100 കൺവേർട്ട് ആവുകയാണ്. നമുക്ക് 1 ടൺ കരിമ്പിൽ നിന്ന് 600 ലിറ്റർ ജ്യൂസാണ് കിട്ടുന്നത്. അത് 100 മാറുന്നത് ഈ ഒരു പാനിലാണ്. ഇവിടെ നല്ലപോലെ കുറുകിയതിന് ശേഷം നമ്മൾ ഈ ലിവർ ഓപ്പൺ ചെയ്ത് ആ കാട്ടുമാവിന്റെ പലകയിലൂടെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ ഹൈഡ്രോസൾഫേറ്റും ഇതുപോലത്തെ സാധനമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ ഒറ്റ പാനിൽ വരും. പക്ഷെ നമുക്ക് ഇതൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയൊക്കെ ഡിലേ വരുന്നത് തിളപ്പിക്കാനും. 3.5 മണിക്കൂർ ഇത് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ 3.5 മണിക്കൂർ. ഇനി അവിടെ ഒരു 45 മിനിറ്റ്സ് കൂടി എടുക്കും. ഇവിടെയുള്ള പാസേജ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കാറ്റിന്റെ ഡയറക്ഷൻ നോക്കി വെച്ചേക്കുന്നതുകൊണ്ട് ഈ കാറ്റ് അതിലോട്ട് പോകുമ്പോൾ നല്ലപോലെ തീ കത്താനും സഹായിക്കും. അതോടുകൂടി ഈ ഡ്രയറിലോട്ടേക്ക് തീയും പുക എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാട്ടുമാവിന്റെ ശർക്കര തോണിയാണ്. ഇതിന്റെ അടിയിലായിട്ട് വീല് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ പ്രോസസ്സ് കഴിയുമ്പോൾ ഇത് നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കും. ഫൈനലായിട്ട് ഒരു ഫിൽറ്റർ കൂടി വരുന്നുണ്ട്. ആ കാണുന്ന അരിപ്പ സെൻട്രലൈസ് ചെയ്യും. ലിവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പാനി ഫുൾ ഇതിലോട്ട് വരും. ഇത് നമ്മൾ കാട്ടുമാവിന്റെ പലക യൂസ് ചെയ്ത് തന്നെ 45 മിനിറ്റ് ഓരോ ടൈം ഇന്റർവെല്ലായിട്ട് നല്ലപോലെ ഇളക്കി എടുത്തതിന് ശേഷം ആ ചൂടോട് കൂടി തന്നെ പിടിച്ചെടുക്കുമ്പോൾ ഫൈനലാണ് ഈ പോട്ടിൻ്റെ കാണുന്നത്. ഇത് പ്ലെയിൻ ശർക്കരയാണ്. മറ്റൊരെണ്ണം ചുക്ക്, ജീരകം, ഏലക്ക. അതിന്റെ പൊടി നമ്മൾ ആ പാനിക്കകത്ത് തന്നെ ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഉണ്ട പിടിച്ചെടുക്കുകയാണ്.
ഇപ്പൊ ഈ ഇട്ടേക്കുന്നത് പൗഡർ ഫോം ആട്ടോ. ഇത് നമ്മൾ 1 hour നല്ല ഈ കാട്ടുമാവിന്റെ തന്നെ റോളർ പോലെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് നല്ലപോലെ ഇളക്കി എടുത്ത് ഈ ഒരു ഫോമിലാക്കുന്നതാണ്. ഇതാവുമ്പോ വാട്ടർ കണ്ടന്റ് ഫുള്ള് പോയിട്ടുണ്ടാവും. അപ്പം കുട്ടികൾക്ക് കുറുക്കിനും പിന്നെ നമുക്ക് ഷുഗറിന് വരെ യൂസ് ചെയ്യാൻ ബെസ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ എക്സ്പയർ ഒക്കെ വരുന്ന 3 മാസമാണ്. 3 മാസം കഴിഞ്ഞ് ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫംഗസ് വരും. 3 മാസം വരെ നോർമൽ 3 മാസം വരെ നോർമൽ ആയിട്ട്, അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 1.5 കൊല്ലം 2 കൊല്ലം വരെ യൂസ് ചെയ്യും. പിന്നെ 2 ബോൾ എടുത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കോളും. കാരണം നമ്മൾ ഇതില് മറ്റേ വേറെ ഒന്നും ആഡ് ചെയ്തില്ലല്ലോ, അപ്പൊ അത്ര ഹാർഡ്നെസ് കിട്ടും. പിന്നെ ഇതിന്റെ മിഠായി ഉണ്ട്. മിഠായി ആകുമ്പോൾ ഈ ട്രാൻസ്ഫർ ചെയ്യില്ലേ ഇപ്പുറത്തേക്ക് ആ പാനി, അപ്പൊ അത് നമ്മുടെ കാട്ടുമാവിന്റെ തന്നെ വേറൊരു പലകയുണ്ട്. അതിലോട്ടേക്ക് ഒരു 2 കപ്പ് പാനി എടുത്ത് ഒഴിച്ച് ചുക്ക് ജീരക മേലക്കയുടെ പൊടി ഇട്ട് 30 സെക്കൻഡ് തേച്ചെടുക്കും. അത് കുറച്ച് ഇളം പാവിൽ എടുക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ കുട്ടികൾക്ക് കാഡ്ബറിക്ക് പകരം കഫിനൊക്കെ യൂസ് ചെയ്യാം. അതിന് ഷുഗർ കണ്ടന്റ് വളരെ കുറവായതുകൊണ്ട് ഡയബറ്റീസുകാർക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ്. ഇതാണ് ഇതിന്റെ കാലാവധി. കറക്റ്റ് 12 മാസം ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തന്നെത്താൻ കിളർത്ത് വരും. ഇങ്ങനെ 5 വർഷം തന്നെത്താൻ കിളർക്കും. അതിനുശേഷം ഇതിന്റെ ക്വാളിറ്റി ഫുള്ള് നഷ്ടപ്പെടും. പിന്നെ വീണ്ടും നമ്മൾ റീപ്ലാന്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ ചാണകത്തിന്റെ അപ്പവും ഈ എടുക്കുന്ന വേസ്റ്റും ചാരും എല്ലാം എടുത്ത് കൊടുക്കും. പിന്നെ വാട്ടർ കണ്ടന്റ് നല്ലപോലെ വേണം. അപ്പൊ വാട്ടർ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. വാട്ടർ സോഴ്സ് വരും. ഇപ്പൊ ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. ഒരു 4 മാസം ആയിട്ടൊക്കെ ഉള്ളൂ.